നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഓ, ആശുപത്രിയിലേക്കായിരിക്കും അല്ലേ? അതൊക്കെ എന്തിനാ നീ അറിയുന്നേ? അല്ലെങ്കിൽ തന്നെ ഞാൻ ഇവിടെ പോയ നിനക്കെന്താ? നിങ്ങളെ പോലുള്ളവരാ ശരത്തിനെ പോലുള്ള ക്രിമിനൽസിന്റെ ബലം. എന്ത് ചെയ്താലും കൂടെ നിൽക്കാൻ ആളുണ്ടെന്ന് വന്നാ ആരമ്മ വഷളാവാത്തെ? അവൻ ക്രിമിനൽ ആണെന്ന് ഞാൻ വിശ്വസിച്ചിട്ടില്ലെങ്കിലോ? പിന്നെന്തിനാ അവന് തല്ലി കിട്ടിയത്? അത് നീ കാരണം. നിന്റെ ആ വക്കീലില്ലേ, അവൻ കാരണം. ഓ, എല്ലാം എനിക്കറിയാടി. എന്തിനാ നീയൊക്കെ ശ്രമിക്കുന്നേന്നേ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഞാൻ ശ്രമിക്കുന്ന നിങ്ങളൊക്കെ രക്ഷിക്കാനാമേ. അത് മനസ്സിലാവാതെ പോകുന്ന എന്റെ കുറ്റം കൊണ്ടെന്നല്ല. കുറ്റം എന്റെ തന്നെയാ. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ നിന്നെ അടിച്ചിറക്കണമായിരുന്നു ഞാൻ. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇന്നീ വീട് എന്റെ പേരിൽ തന്നെ ഇരുന്നേനെ. വീടൊക്കെ ഞാൻ തിരിച്ചെഴുതി തരാം, ഒന്നും എനിക്ക് വേണ്ട. പക്ഷേ ശരത്ത് അവൻ ഇവിടുന്ന് പോണം. അവന്റെ ഭീഷണി ഇല്ലാതായി എന്ന് അറിയുന്ന നിമിഷം വീട് അമ്മയുടെ പേരിൽ ഞാൻ തിരിച്ചെഴുതി തരും. അവൻ ഇവിടുന്ന് എങ്ങോട്ടും പോകുന്നില്ല. അവനെ നിത്യ കല്യാണം കഴിക്കാൻ പോവാ. അത് നിനക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണല്ലോ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്. മനോഹരേട്ടൻ ഒന്ന് എണീറ്റോട്ടെ. എല്ലാത്തിനും ഞാൻ പരിഹാരം ഉണ്ടാക്കുന്നുണ്ട്. അമ്മ ഇന്ന് ശരത്തുമായിട്ടുള്ള അടുപ്പം അവസാനിപ്പിക്കുന്നു, അന്നേ അമ്മ നന്നാവൂ. ഇത് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ളതാ. മനസ്സിലാവാത്തത് എന്റെ തെറ്റല്ല. എന്റെ തെറ്റാ, എല്ലാം എന്റെ തെറ്റാ. ഞാനത് സഹിച്ചു പോരെ. എന്നോട് ദേഷ്യപ്പെടാനൊന്നും വേണ്ട. പോകുന്ന വഴി കുറച്ച് പൊടിയരിക്കഞ്ഞിയും കൂടെ എടുത്തോ. എന്തിന്? അതിന്റെ ഒന്നും ആവശ്യമില്ല. തല്ലിയവര് നല്ല വൃത്തിയായിട്ട് തല്ലിയിട്ടുണ്ടെന്നാ ഞാൻ മനസ്സിലാക്കുന്നത്. ചവിട്ടി കുഴച്ചെന്നൊക്കെ കേട്ടത്. ഭക്ഷണമൊന്നും ഇപ്പോ കഴിക്കാൻ പറ്റുന്നുണ്ടാവില്ല. ഈ സമയത്ത് കഞ്ഞി തന്നെയാ നല്ലത്. എന്ത് വേണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം. ചെയ്യാൻ പറ്റുന്നതൊക്കെ നീ ചെയ്തല്ലോ. ഇനി കൂടുതൽ അഭിപ്രായമൊന്നും നീ പറയണ്ട. ഇനി എന്ത് വേണമെന്ന് ഞങ്ങൾക്കറിയാം. പോലീസിൽ പരാതി കൊടുക്കാനാ തീരുമാനം. ചെയ്തവരും ചെയ്യിച്ചവരും ഒക്കെ കുടുങ്ങും.